ഹായ്. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ അന്ന് വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ് ചാനലിലൊക്കെ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞിട്ട് പോയ പോക്കാ, പിന്നെ കാണാനേ ഇല്ലേ ഈ വഴിക്കുന്നല്ലേ. ഒന്നുണ്ട് ആൾക്കാരെന്നോട് ചോദിച്ചു, നീ അല്ലേ പറഞ്ഞേ വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വീഡിയോയിലൊന്നും വന്നില്ലല്ലോ, ഒരു വീഡിയോ കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ എനിക്ക് ഇന്നിരിക്കുമ്പോൾ തോന്നി ഇന്ന് വെജിറ്റബിൾ ബിരിയാണി കുട്ടികൾ പറഞ്ഞിട്ട്. ചില ആൾക്ക് എക്സാം കഴിഞ്ഞു, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, 28-ാം തീയതി എക്സാം കഴിഞ്ഞു. സെൻറ്റ് ഫ്രാൻസിസിൽ പാലൂര പഠിച്ചാൽ. അപ്പോൾ 28-ാം തീയതി എക്സാം കഴിഞ്ഞു, അവർക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മൂത്താൾക്ക് 9-ലാണ്. അപ്പോൾ ആൾ എക്സാമിന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മലയാളം എക്സാം ഉണ്ട് 9-ലായിരുന്നു. അപ്പോൾ അവർ അതിന് പോയി. അപ്പോൾ ആ സമയത്ത് ഇതാ അവിടെ ഒരാൾക്ക് ബിരിയാണി കഴിക്കാൻ ആഗ്രഹം, വെജിറ്റബിൾ ബിരിയാണി. ഞങ്ങൾക്ക് അമ്പലത്തിൽ ചെറിയ പ്രോഗ്രാമുള്ള കാരണം നോലുമ്പും ഒക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം അമ്മ ബിരിയാണി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ശരി വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തിൽ ഞാൻ ചെറിയൊരു പാത്രമായിട്ടുണ്ട് നിൻ്റെ 1 കിലോ അരിയൊക്കെ വെക്കാനായിട്ടുള്ള. അപ്പോൾ അതും ഇന്ന് ഉദ്ഘാടനം ചെയ്യാം, നമുക്ക് ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തോന്നി ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് നമുക്കത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്താലോ എന്ന്. അപ്പോൾ ഇന്നിതാ ഇപ്പോൾ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, സോയ ചങ്ക്സ് ഒക്കെ ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി, വലിയ ലാവിഷായിട്ടുള്ളതൊന്നും അല്ല കേട്ടോ, നമ്മുടെ ചെറു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി അത് ഉണ്ടാക്കുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതൊക്കെ നോക്കാനായിട്ട് പോവാം. ഓക്കെ. എനിക്ക് വീഡിയോ എടുത്ത് വലിയ പരിചയമില്ല കേട്ടോ, കുറേ തെറ്റുകുറ്റങ്ങളുണ്ടായിരിക്കും. അപ്പോൾ കാണുന്നവർ നമ്മുടെ രാജ്യമല്ലേ അല്ലെങ്കിൽ സ്ത്രീയല്ലേ എന്ന് വിചാരിച്ചിട്ട്, രാജ്യസ്ത്രീയല്ലേ വിചാരിച്ചിട്ട് ക്ഷമിച്ച് കളയുക. ഓക്കെ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം കേട്ടോ. ഓക്കെ. ഇതൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ. ഒരു 3 സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് സോയ ചങ്ക്സ് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത്, 2 ചെറുനാരങ്ങ, കുറച്ച് കല്ലുപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ലേശം പെരിഞ്ചീരകം ഇട്ട് ചതച്ചിട്ടുണ്ട്, കുറച്ച് പച്ചമുളക് നടി കയറിയത്, പിന്നെ അതിൽ ഏലക്കായ, പെരിഞ്ചീരകം, പട്ട, മറ്റേ തക്കോലം തന്നെയല്ലേ പറയുക, കരിയാമ്പൂവിൻ്റെ ആ ഫ്രണ്ടിലുള്ള പൂവിൻ്റെ ആ ഒരു സാധനം, പിന്നെ കുറച്ച് നെയ്യുണ്ട്, പിന്നെ കുറച്ച് മസാലപ്പൊടി, ഇത്രയും. പിന്നെ ഒരു 3 ഗ്ലാസ് അരി, അതിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ അരി നമ്മൾ വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ. നമ്മളിപ്പോൾ പാത്രം വെച്ചു. ഇതാട്ടാ ഞാൻ പറഞ്ഞ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഞാനൊരു ബിരിയാണിയൊക്കെ 1 കിലോ അരിയൊക്കെ വെക്കാൻ പാകമുള്ള ചെറിയൊരു ഇതുപോലത്തെ ഒരു പാത്രം വാങ്ങണമെന്ന്. അപ്പോൾ അത് ഇന്നാണ് നമ്മൾ മേടിച്ചിട്ട് ഇന്ന് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ഇതാ നെയ്യ് ഒഴിച്ചു കേട്ടാ. നമ്മൾ നെയ്യ് ഒഴിച്ചു. പിന്നെ കുറച്ച് ഓയിൽ കേട്ടോ, ഓയിൽ ഒഴിച്ച് ആ നെയ്യും ഓയിലൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ സ്റ്റൗമ്മ പാത്രം വെച്ചിട്ട് അത്യാവശ്യത്തിന് ചൂടായിട്ടുണ്ടായിരുന്നു, പാത്രം നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ നെയ്യും ഓയിലും ഒഴിച്ചു. നെയ്യിലേക്കുള്ള കുറച്ച് ഇതാ കണ്ടില്ലേ, പെരിഞ്ചീരകം ഉണ്ട്, കരയാമ്പൂ, അതുപോലെ ഏലക്കായ, അങ്ങനെയുള്ള പട്ടയുടെ തക്കോലം അതൊക്കെ ഉണ്ട്. അതൊക്കെ അതിലേക്ക് അതൊന്ന് അതിലേക്ക് ഇടുന്ന് മൂത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് പൊട്ടണം. അയ്യോ, ഞങ്ങളുടെ ക്യാമറാമാൻ്റെ കയ്യിലേക്ക് പൊട്ടിത്തെറിച്ചു ഗൈസ്. നമ്മളിതൊന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത്, അതിൽ കുറച്ച് പെരിഞ്ചീരകം ചതച്ചിട്ടുണ്ട്, അതായിരിക്കും കേട്ടോ. ഒന്ന് നീങ്ങോട്ടാ, ഇത് കയ്യിലേക്ക് തെറിക്കണ്ട. ഇതിട്ടാലുണ്ടല്ലോ നമ്മൾ ഈ ഒരു ചതച്ച വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം ഉണ്ടല്ലോ, പച്ചമണം അതൊന്ന് വിടണം.
പച്ചമുളക് വെച്ചാൽ ആ സ്മെല്ല് ഒരു കുത്തണ സ്മെല്ല് പോലെ തോന്നും. ആ സ്മെല്ല് മാറിയിട്ട് ഒരു നല്ല ഫ്ലേവർ വരും. നമുക്ക് എന്നാലും അത് കരിയാനും പാടില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മളിതാ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ സബോള, സബോള ഇട്ടൊന്ന് വഴറ്റുക. നല്ല മണം വരുന്നുണ്ട് ഇല്ലൂട്ടാ. ആ എനിക്കൊന്ന് അതിൻ്റെ ചെറിയ ആൾ വെക്കേഷൻ ബിരിയാണി കഴിക്കുന്ന ആഗ്രഹം തോന്നിയാൽ ഇവിടെ നിൽക്കണ്ടട്ടാ. അവളാണ് ഒപ്പം പറയണത്. ഇനി നമുക്ക് ഇതിലുണ്ടല്ലോ കല്ലുപ്പ്, കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും നമ്മളുടെ സ്റ്റോൺ സോൾട്ട് പൊടി ശരിയാ, കല്ലുപ്പല്ല അല്ലേ? ഇതാ നമ്മളെപ്പോഴും എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും കല്ലുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊന്നും കൂടിയും ആ ഡിഷ് ആ ഒരു ഐറ്റം ടേസ്റ്റുമാണ്, മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. ഓക്കെ, ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം. ഇതിൽ ഒരു കാര്യം ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം, കാരണം മറന്നു കൂട്ടാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് സോയ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കണമായിരുന്നു. ഇനി കുഴപ്പമില്ല, നമുക്ക് ഈ മസാല അല്ലെങ്കിൽ ഈ ഒരു സബോള നല്ലപോലെ വഴണ്ട് വരുമ്പോൾ നമുക്ക് സോയ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ 2 നാരങ്ങ ഉണ്ടായിരുന്നില്ലേ, ഇതിൽ കുറച്ച് പിഴിഞ്ഞ് ഒഴിക്കുക. 2 നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിച്ചാൽ നല്ലതാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മ ചെറുപ്പം തൊട്ട് എൻ്റെ അമ്മ വീട്ടിൽ നല്ലപോലെ ബിരിയാണി ഉണ്ടാക്കുന്ന ആളാട്ടോ നമ്മുടെ അവിടെ. അപ്പം അമ്മ എപ്പോഴും എൻ്റെ ചെറുപ്പത്തിലൊക്കെ നാരങ്ങ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യുന്നറിയോ, ഇതുപോലെ ഇട്ടിട്ട് ഉരുട്ടാൻ പറയും എന്നോട്. നല്ല ഉരുട്ടി നല്ലോണം ഉരുട്ടിതായി. കാരണം ഒന്ന് നമ്മളവിടെ ചെന്ന് ശല്യം ചെയ്യാണ്ടിരിക്കാനായിട്ട്, ആ ശല്യം മാറ്റാനും. പിന്നെ ഇതിങ്ങനെ നല്ലപോലെ ഉരുട്ടി കഴിഞ്ഞാൽ പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ലോണം വെള്ളം കിട്ടും. അപ്പോൾ ഇതാ നമ്മളിതുപോലെ ഒരു ടിപ്പട്ടാ, നിങ്ങളൊക്കെ ഉപയോഗിച്ചോളാം. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നാരങ്ങ പിഴിയുമ്പോൾ ഇങ്ങനെ ഉരുട്ടിയിട്ട് ആക്കണം. നമുക്കിത് പിഴിഞ്ഞെടുക്കാം. ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു നേരത്തെ നമ്മൾ 2 നാരങ്ങ പിഴിയാൻ വേണ്ടി എടുത്തില്ലേ, അതിലെ 2 നാരങ്ങ മുഴുവൻ എടുക്കില്ല, 1.5 നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ജ്യൂസാണ് നമുക്ക് ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ. 3/4 കിലോ അരിയേ ഉള്ളൂ നമ്മുടെ അതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാം. ചെറുനാരങ്ങന്ന് വെച്ചാൽ ഇത്ര ഇഷ്ടാ. എങ്ങനെയാന്നറിയില്ല സാധനം, അതിന്റെ നീരൊരു എക്സ്പ്രഷനാണ് കഴിക്കണേ. എപ്പ ചെറുനാരങ്ങ ഇവിടെ മുറിച്ചാലും ഇയാൾ ചെറുനാരങ്ങ എടുത്തിട്ട് അതിന്റെ നീര് ഇങ്ങനെ കുടിക്കും. ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരുത്. ഇത് കാണുമ്പോ തന്നെ എന്റെ പല്ലൊക്കെ കുളിക്കാം. ഞാൻ ക്യാമറമാനോട് മെല്ലെ ചോദിക്കാൻ ഓണാക്കി തോന്നാം. ഇതിലിതാ നമ്മൾ നേരത്തെ ഇത്തിരി കൂടി മുന്നിടേണ്ടതായിരുന്നു, ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റേണ്ടതായിരുന്നു. ഫ്രൈ ചെയ്ത് മാറ്റിയില്ല. അപ്പൊ അതാ ഈ ഒരു പരിപാടി നമ്മുടെ സബോളൊക്കെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും ഈ ഒരു സോയ ചങ്ക്സും കൂടി, സോയ ചങ്ക്സ് സംഗതി 1 കിലോ ഇല്ല, 3/4 കിലോ അരിയെ ഞാൻ ഇട്ടുള്ളൂ. പക്ഷെ സോയ ചങ്ക്സ് കിലോ അരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഉപ്പേരി ഉണ്ടാക്കാനുള്ള സോയ ചങ്ക്സ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സോയ ചങ്ക്സ് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ ഒരു ബിരിയാണിയിൽ ഇടുന്ന സോയ ചങ്ക്സ്. ഒപ്പം എൻ്റെ ചെറിയ ആൾക്ക് പിന്നെ പറയണ്ട, സോയ ചങ്ക്സ് ഭയങ്കര. പക്ഷെ സോയ ചങ്ക്സ് ഒരു കുറവ് വരണ്ട അച്ഛനാണ് ഞാൻ തോന്നിട്ടത്. ഇതുപോലെ എല്ലാവരും ഇടണമെന്നില്ല കേട്ടോ, കുറച്ചിട്ടാൽ മതി. അപ്പം ഞാനിതിൽ സോയ ചങ്ക്സ് ഇതൊന്ന് വഴണ്ട് വന്നിട്ട് നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം. ഓക്കെ, ഇതൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മല്ലിയിടയിലും പുതിനയിടയിലും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലൊന്ന് കുറച്ച്, അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മണവും കൂടി ഇതിലെല്ലാത്തിലും കിട്ടും. ബാക്കിയുള്ളത് ഈ ഒരു കുറച്ച് മാറ്റി വെച്ചാൽ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മൊത്തത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ. പിന്നെ അതിൽ നമ്മൾ എന്ത് ചെയ്തു, ഒപ്പം കുറച്ച് മസാലപ്പൊടി, നമ്മൾ ഗരം മസാല വീട്ടിൽ പൊടിപ്പിക്കില്ലേ, ആ ഒരു മസാലപ്പൊടിയും കുറച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഇഷ്ടത്തിന്. അത്രയേ ഉള്ളൂ. ഇനി നല്ലപോലെ വഴണ്ട് വന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കുന്നത് കാണാം. അപ്പോൾ നല്ലപോലെ ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ,
ഇതാ ഞങ്ങളുടെ ബിരിയാണി ഒന്നും ഇപ്പോൾ നടപടിയാണുള്ള കേസല്ലാന്ന് മനസ്സിലായപ്പോൾ അമ്മ കുറച്ച് ചോറ് എടുത്തിട്ട് തൈര് മേടിച്ചിട്ടുണ്ടായി സലാഡിന് വേണ്ടിയിട്ടേ. അപ്പോൾ ആ തൈരൊക്കെ കൂട്ടി പഴങ്കഞ്ഞി കുടിക്കാം. അപ്പോൾ ഇവിടെ ഒരാള് റീൽസ് കണ്ടിട്ടേ പഴങ്കഞ്ഞി എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ആൾക്ക് ഇഷ്ടമായില്ല പഴങ്കഞ്ഞി, എപ്പോഴും പറയില്ല റീൽസിൽ പഴങ്കഞ്ഞി പഴങ്കഞ്ഞിന്ന്. ഞാൻ കുറച്ച് അമ്മ വയലിൽ ചെന്നപ്പോൾ കഴിച്ചേക്കൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ആഗ്രഹത്തിനായിട്ട് ആ പഴങ്കഞ്ഞി തൊട്ടുണ്ടെന്ന് അറിയാം. അടിപൊളിയാ. ഈ പഴങ്കഞ്ഞിലുണ്ടല്ലോ അധികം പുളിയില്ലാത്ത തൈര്, കുഞ്ഞി ഉള്ളി അരിഞ്ഞരിഞ്ഞിട്ടതും അതുപോലെ കുറച്ച് വേപ്പില പച്ചമുളക് ഒക്കെ ഇട്ടുണ്ട്. നല്ല രസമുണ്ട് ഉപ്പും ഒക്കെ ആയിട്ട്. ഓക്കെ, നമ്മുടെ സോയൊക്കെ ഒരുവിധം ആയിണ്ട്. ഇനി നമുക്കത് എങ്ങനെയുണ്ട് എന്ന് നോക്കട്ടാ. ഇപ്പൊ നമ്മുടെ ക്യാമറമാൻ ഉണ്ണിക്കുട്ടന്റെ വായിലേക്ക് വെച്ചിടുകയാണ് കേട്ടാ. എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഓക്കെ, ഇത് നമ്മളുണ്ടല്ലോ ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതെടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് വെള്ളം വാരാനായിട്ട് വെച്ചു. അപ്പൊ ഇതിന് ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത്. അപ്പൊ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് അരി, നല്ല വലിയ അരിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു 1.25 ഗ്ലാസ് അരി വേണ്ടി വരും. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് അളവില് വെള്ളം എടുത്തു നമ്മൾ ഇതില് ഒഴിച്ചു. ഓക്കെ, ഇനി ഇതൊന്ന് തിളച്ച് വരണം. ശരിക്കും സോയാ ചങ്ക്സ് ബിരിയാണിയാണ്. അരിനേക്കാളും കൂടുതൽ സോയാ ചങ്ക്സ് ആകുമെന്നാണ് എനിക്കിപ്പോ സംശയം. ഇത് നമുക്ക് എന്തായാലും തിളച്ച് വന്നിട്ട് നല്ല തിളച്ച് വരുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് നമുക്ക് നോക്കണം. അതില് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഉപ്പ് കുറവാണ്. അപ്പൊ ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കണം. എരിവ് കുറവായിരിക്കും, കാരണം എരിവ് നല്ലോണം കൂടിക്കഴിഞ്ഞാല് പൊടിമോളൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ കുറച്ച് എരിവാട്ടിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ നെയ്യിൻ്റെ കുപ്പി പാത്രത്തിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഉരുകിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള നെയ്യൊക്കെ ഉരുകി നല്ലപോലെ ഒലിച്ചു വരും. നമുക്ക് എന്ത് ചെയ്യാം, നെയ്യ് തരി പോലും വേസ്റ്റ് ആക്കാണ്ട് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഓക്കെ, നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചു. ഈ സമയത്ത് നമ്മൾ ഇതിൽ ഉപ്പ് നോക്കി നോക്കണം കേട്ടോ, കറക്റ്റ് ആണോ. ഉപ്പ് ഓക്കെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പ് ഒരു പൊടി ഉപ്പ് മുന്നിലേക്ക് നിൽക്കണം പറയും, മുന്നിട്ട് നിൽക്കണം. ഓക്കെ, അപ്പോൾ കറക്റ്റാണ് ഉപ്പിൻ്റെ ഒക്കെ പാകം. ഇനി നമുക്ക് ഈ അരി ഇതിലേക്ക് ഇടാം. നേരത്തെ പിള്ളേർ പറയണു ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് അരി തന്നെ ഇടണമെന്നാണ് പറഞ്ഞിരുന്നു. അപ്പോൾ തെറ്റ് പറ്റില്ല, ക്ഷമിക്കുക കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം. ഓക്കെ, നമ്മളിനി നല്ലപോലെ തിളപ്പിച്ചു. ഇതിൽ സോയ ചങ്ക്സാണ് കൂടുതൽ കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോയ ചങ്ക്സ്. അതുപോലെ ഈ ഒരു ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടാം. അതൊക്കെ നല്ല ടേസ്റ്റാണ് നെയ്യിലൊക്കെ വറുത്തിട്ടാൽ കേട്ടോ. ഇത് നമ്മൾ പെട്ടെന്ന് തോന്നിയപ്പോൾ ഉണ്ടാക്കിയതല്ലേ, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കി. അത്രല്ല, എന്തോ ഭാഗ്യത്തിൻ്റെ മല്ലിയിലും പുതിനടയിലൊക്കെ വാങ്ങിയത് ഉണ്ടായിരുന്നു, ഒന്നും ലേവശ്യമായിരുന്നേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഗ്രീൻ ബീൻസ് അതൊക്കെ ഇടാം. ഓക്കെ, ഇഷ്ടമുള്ളവർക്ക്. എനിക്ക് പക്ഷേ ഗ്രീൻ ബീൻസ് ഇഷ്ടമല്ല കേട്ടോ, കാരണം നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ ആ ഗ്രീൻ ബീൻസ് അടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് പോയ പോലെ എനിക്ക് തോന്നും. പക്ഷെ ഇഷ്ടമുള്ളവരുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ അത് ഇടാം. അതുപോലെ ഒരു ഇങ്ങനെ വെള്ളത്തിൻ്റെ കണക്ക് നോക്കിയിട്ട് വെക്കണം എന്നില്ല. നമുക്ക് ഈ മസാല ഉണ്ടാക്കിയിട്ട് അരി വേറെ ഊറ്റിയിട്ടും നമുക്ക് വെക്കാം. അതിനിത് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ഭയങ്കര ചൂടാ, പുറത്തും ചൂടാ അകത്തും ചൂടാ, വയർക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് തുറന്നിട്ട് ഈ നാരങ്ങ വെള്ളമല്ലേ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ എന്തായി. ഒരു പകുതി 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആ നാരങ്ങ നീരില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. അമ്മ പറയാം അതിൽ സോയാബീനാണ് കൂടുതൽ. ഇത് കാണുന്നവർ എന്ത് വിചാരിക്കും. പക്ഷേ ഞങ്ങൾക്ക് പിള്ളേർക്കും ഞങ്ങൾക്കൊക്കെ സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കൊക്കെ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനല്ല ഉണ്ടാക്കുക. ഞാൻ സോയാബീൻ അമ്മ എടുക്കുകയാണെങ്കിൽ ഇത്ര സോയാബീൻ എടുക്കില്ല. അമ്മോട് സോയാബീൻ എടുക്കാൻ പറഞ്ഞാലും ഇത്ര എടുക്കില്ല.
അപ്പം ഞാൻ തന്നെ സോയാബീൻ എടുത്ത് ആക്കി വെച്ചതാ. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് സോയാബീൻ അല്ല ന്യൂട്ടാ. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പൊടി മുളകും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുവിധം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓക്കെ, കുറച്ച് നേരം കൂടി വേണ്ടി വരും. ഓക്കെ, നമുക്ക് ഒരു സമയമായി, നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, ഇതാ വെള്ളമൊക്കെ വറ്റി കേട്ടാ, വെള്ളമൊക്കെ വറ്റി നല്ല മഞ്ഞപ്പൊടി ഇടാനില്ല, വേണ്ട, ഇത് മതി. കറക്റ്റായിട്ട് കേട്ടാ, ഉപ്പും എരിവും ഒക്കെ പാകത്തിനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ മല്ലിയിലയും പുതിനടലയും അരിഞ്ഞത്, അതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, വിശക്കുണ്ട്, ഇപ്പം നല്ല സമയമായി. ഒന്ന് എന്ത് സാധനം വെച്ചാലും അപ്പം തന്നെ കഴിക്കുമ്പോഴല്ലോ ഒരു രസം ഉണ്ടാവില്ല. കുറച്ച് നേരം ഇരുന്നിട്ട് ഓക്കെ പൊടിമുളക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ കേട്ടോ. ഊത് ചൂടുണ്ട് പൊടിമുളെ. സൂപ്പർ മതി. ചൂട് 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 അമ്മുൻ്റെ മേത്തേക്കായേ മണവില്ല. നമുക്കത് അങ്ങടെ ഇറക്കി വയ്ക്കേ. ഗംഭീരമാണ് കേട്ടോ, വിശന്നട്ടോ അയ്യ. ആയി ഈ പാത്രം നല്ല പാത്രം അടിപിടിക്കേ, നല്ല കാണണ്ടേ ഈ പാത്രം മേടിച്ചത്. അടിപിടിക്കാൻ അങ്ങനെ ഒന്നുമില്ല. ഈ പാത്രത്തിന് എന്നും നല്ലൊരു എന്താ പറയുക ഐശ്വര്യം ഉണ്ടാവട്ടെ. വറുത്തിട്ട് എന്നും ഇതുപോലെ ബിരിയാണിയും കുഴിമന്തിയും എന്നല്ല ഇടയ്ക്കിടയ്ക്ക് ബിരിയാണിയും കുഴിമന്തിയൊക്കെ നല്ലോണം ഈ പാത്രത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ. ഈശ്വരാ പൊടിമുളെ വേണ്ട, ബിരിയാണി വേണോ? കുഴിമന്തി പൊടിമുളക് കൊണ്ട് ഞാൻ തീറ്റിക്കാം. ഇപ്പം തൽക്കാലം ബിരിയാണി. ഹായ് പൊടിമുളക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോ? ചിക്കനും പൊടി അമ്മൂസ് ക്യാമറമാനോടെ എനിക്ക് വേണ്ട, അതിലിട്ട് എൻ്റെ അമ്മയ്ക്ക് ടേസ്റ്റ് നോക്കാനേ. അമ്മ പഴഞ്ചോറ് കഴിച്ച കാരണം അമ്മയ്ക്ക് ബിരിയാണി ഇല്ല, ഇവിടെ വയറ് നിറഞ്ഞു. കഴിച്ച ആരെങ്കിലും പഴഞ്ചോറ് സർലാസ് ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഓക്കെ, ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ടേസ്റ്റ് ഉണ്ടാ. പൊടിമുളക് കഴിച്ചേക്കാ. എനിക്കൊരു കിണ്ണത്തിലെടുക്കട്ടെ ഞാൻ. ചൂടാണ് പൊടിമുളക്. വെയിറ്റ് കഴിച്ചോക്കട്ടെ ഞാൻ. കുഴപ്പമില്ലടാ, ഞാൻ വിചാരിച്ചത്ര മോശമല്ല, രസമുണ്ട്. അതുപോലെ എരിവ് തീരെ ഉണ്ടാവില്ല, കുറച്ചിട്ട് വേണ്ടിയിട്ട് കുറച്ച് മുളക് കിട്ടും, പക്ഷേ എരിവൊക്കെ ഉണ്ട് കേട്ടോ. എരിവും ഉപ്പും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. സർലാസും ടേസ്റ്റൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ബിരിയാണി. എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത് കയറിയിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ അല്ലേ, നിങ്ങളെങ്ങനെയാ സോയ ചങ്ക്സ് ഇത്ര അധികം ഇടാറുണ്ടോ ബിരിയാണിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് അയക്കട്ടെ, എനിക്ക് മെസ്സേജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബൈ.